എത്രയാടോ കൂലി? കൂലി ഞാൻ പറഞ്ഞില്ലല്ലോ. 400 രൂപ ഓട്ടത്തിന് 100 രൂപയോ? ഇതുപോരാ. ഡോ, ഞാൻ ആരാണെന്ന് തനിക്കറിയാമോ? അതെ, ഈ കുടപ്പനക്കുന്ന് ത്രേസ്യയോട് ആരും കൂലി പറയാറില്ല. കുടപ്പനക്കുന്ന് ത്രേസ്യോ? ഇതേതവതാരം? ഞാൻ കൊടുക്കുന്നതേ വാങ്ങാറുള്ളൂ. പെണ്ണുമ്പിള്ള, മെനക്കെടുത്താതെ ബാക്കി കാശ് എടുക്ക്. ഈ കാശിലൊക്കെ എന്തിരിക്കുന്നുടോ? നീ ബാക്കി വാങ്ങിച്ചിട്ടേ പോകുമല്ലേ? എന്നാ തന്നേക്കാം. ഇങ്ങോട്ട് ബാക്കി കാശ് പിടിച്ചോ. അയ്യോ, എനിക്ക് കാശൊന്നും വേണ്ടേ? നീ എന്നെ കയറി പിടിച്ചതിനെ നിനക്കെതിരെ ഞാൻ കേസ് കൊടുക്കും. ഞാൻ എപ്പോ കയറി പിടിച്ചു? അയ്യോ, കേസൊന്നും കൊടുത്തു കളയല്ലേ? അയ്യോ, ഒന്നും ചെയ്യല്ലേ. കല്ലെടുത്തറിയല്ലേ? അയ്യോ, നിർത്താൻ കൊടപ്പനക്കൊന്ന് ത്രേസ്യോട് അവന്റെ കളി. ശരിക്കും നിങ്ങൾ ആരാ? എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. അപ്പൊ ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? ഞാൻ കൊടപ്പനക്കൊന്ന് ത്രേസ്യാമ്മ, മനസ്സിലായോ? പേര് മനസ്സിലായി. ഇവിടെ എന്തിനാ വന്നേ? ഞാനേ ഇവിടെ കുക്കിന്റെ പണിക്ക് വന്നതാ. ഓ, മേയറിന്റെ മോള് പറഞ്ഞ കേസാണല്ലേ? അത് തന്നെ, അത് തന്നെ. നിനക്കെന്താടി ഒരു കുണുക്കം? സെക്യൂരിറ്റി അല്ലേ, അധികം കുണുക്കൊന്നും വേണ്ട കേട്ടാ. അല്ല, എന്തോടി പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത്? ഇവിടെ എന്താ പുരുഷന്മാർക്ക് പ്രവേശനമില്ലേ? അതൊക്കെ മേഡത്തിന്റെ തീരുമാനങ്ങളാ. മേഡത്തിനെ ഇവിടെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഓ, അങ്ങനെയാണോ? അപ്പൊ ഞാൻ ഇവിടെ പണിയെടുക്കണമെങ്കിൽ മാഡത്തിന്റെ റൂൾസ് ഒക്കെ മാറ്റണമല്ലോ. അല്ല, ആരാടി ഈ 5 സുന്ദരികൾ? വരുന്ന കുട്ടികളാണ് 5 സുന്ദരികൾ. ഇതാരാ അമ്പിളേച്ചി? പുതിയ കുക്കിംഗ് പണിക്ക് വന്നതാ. കുടപ്പനക്കുന്ന് ത്രേസ്യ. പുതിയ കുക്കാണോ? മന്ദാകിനി ചേട്ടത്തിക്ക് പകരം വന്നാണല്ലേ? അല്ല, ത്രേസ്യ ചേട്ടത്തി എന്തൊക്കെ കുക്ക് ചെയ്യാൻ അറിയാം? സുഷി ഉണ്ടാക്കാൻ അറിയോ? സുഷിയാ? അത് പോട്ടെ. ബീഫ് വെല്ലിംഗ്ടൺ, ജോഗ് ചിക്കൻ, ബർഗോഗി, ചിക്കൻ ഗോർഡൻ, ചിക്കൻ നൂഡിൽസ്, ഇതൊക്കെ ഉണ്ടാക്കാറോ ചേട്ടത്തി? അല്ലേ, ഇതൊക്കെ ഈ നാട്ടിലെ ആൾക്കാർ കഴിക്കുന്നതാണോ? അയ്യോ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ പൊന്നെ. നിനക്ക് ഇതൊക്കെ വേണമെങ്കിലേ നിന്റെ വീട്ടിൽ പോയി ഉണ്ടാക്കി കഴിച്ചാ മതി. അല്ലേ, അറ്റ്ലീസ്റ്റ് പൊറോട്ട ഉണ്ടാക്കാറോ നിങ്ങൾക്ക്? എനിക്ക് പെറോട്ട ഉണ്ടാക്കാൻ മാത്രമല്ലടി അറിയാവുന്നേ. വേലത്തരം കാണിക്കുന്നവളുമാരെ എടുത്ത് പൊറോട്ട അടിക്കാനും ഈ ത്രേസ്യാമ്മയ്ക്ക് അറിയാം കേട്ടാ. നിങ്ങൾ ഇവിടെ കുക്കിന്റെ പണിക്കാണോ അതോ ഗുണ്ടായിസം കാണിക്കാനാണോ വന്നേ? എന്തിനാണെന്നേ നിനക്കൊക്കെ കുറച്ച് കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കി തരാം.
ഓ ഇവരാരാ? എടി ദേ വന്നടി നമ്മുടെ കുക്ക്. വേഗം വാ. ഹായ് ത്രേസി എടുത്തി. അയ്യോ എന്നെ ചേട്ടത്തിക്ക് മനസ്സിലായില്ലേ? ഇതാണ് മേരുടെ മോള് അലീന ഫെർണാണ്ടസ്. അയ്യോ സത്യം പറഞ്ഞ മേയറുടെ മോൾ ഇവിടെ താമസിക്കുന്നുണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നത്. ത്രേസി എടുത്തിയെ മാഡത്തിന് പരിചയപ്പെടുത്തിയില്ലേ? അതിനിപ്പോ ഇവര് വന്നതല്ലേ ഉള്ളൂ. ചേട്ടത്തി, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും റീനാമയോട് പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചേട്ടത്തി അങ്ങോട്ട് ചെന്നാ മതി. ശരി വരൂ, മേഡത്തെ കാണാം. ഞാൻ പോയിട്ട് വരാം കേട്ടോ മോളെ. കണ്ടില്ലേ കൊടപ്പനക്കുന്ന് ത്രേസ്യാമ്മ. ഇവിടെ വീണ് കിട്ടിയ കുക്കിന്റെ ഒഴിവില് നിങ്ങൾക്കുള്ള ആളിനെ തിരികെ കയറ്റിയല്ലേ? അതേടി, നിന്നെയൊക്കെ ഒതുക്കാനേ ത്രേസിയെ പോലെ ഒരാളാ ഇവിടെ വേണ്ടത്. ത്രേസി ആരാണെന്ന് നിനക്കൊക്കെ അറിയാമോ? ജയിലിൽ നിന്നിറങ്ങിയൊരു പ്രതിയാണ് ത്രേസ്യം എന്ന ഇടിയമ്മായി. അവരുടെ കയ്യിൽ നിന്ന് ഇടി കിട്ടണ്ടെങ്കിലേ നീയൊക്കെ മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇതിനകത്ത് ജീവിച്ചോ. ഇനി ഇതിനകത്ത് ഇടിയമ്മായിയുടെ ഭരണം അടി വരാൻ പോന്നെ. ഏതമ്മായി ആയാലും മര്യാദയ്ക്ക് നിന്നാ അവർക്ക് കൊള്ളാം. അല്ലെങ്കിലേ കെട്ടും കിടക്കെ എടുത്തോണ്ട് ഇടിയമ്മായി ഇവിടെ ഓടേണ്ടി വരും. ഇടിയമ്മായി പിള്ളേരുടെ കൈ കൊണ്ട് ഇടിയപ്പം പോലെ ആവാതെ സൂക്ഷിച്ചോളാൻ പറ. പാടി പോവാ. അവളുമാർക്ക് ഭയം തോന്നി തുടങ്ങിയടി, അതുകൊണ്ടാ ഇങ്ങനെ പറയുന്നത്. അവളുമാരിനി തല പൊക്കില്ല. ഇടിയമ്മായി ഇടിച്ചവളുമാരെ ഒതുക്കും.